ഭദ്ര ടീച്ചറുടെ തെമ്മാടി അനന്തൻ. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. മോളെ ഭദ്രേ, നമ്മുടെ വാസ്തവം ബ്രോക്കർ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറഞ്ഞ കല്യാണാലോചന കൊള്ളാൻ തോന്നുന്നു. നിന്റെ ഇഷ്ടപ്രകാരം ടീച്ചർ ജോലി കിട്ടിയിട്ട് 1-2 വർഷമായില്ലേ? ഇതിനിടയിൽ എന്തോരോ ആലോചനകൾ ആ വാസ്തവം കൊണ്ടുവന്ന് അപ്പോഴേക്ക് പലതും പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. നിനക്കിത് എന്താ പറ്റിയത്? ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിന്നാ മതിയോ? വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. വേണ്ട അമ്മേ, ആൾക്കാർക്ക് എന്തോ ഇത്ര പറയാൻ. ചുമ്മാ രാവിലെ തന്നെ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കല്ലേ? അമ്മയ്ക്കിവിടെ എന്തിൻ്റെ കുറവാണ് ഞാൻ വരുത്തുന്നത്? എന്നെ ഇവിടുന്ന് വല്ലവൻ്റെയും വീട്ടിലേക്ക് എത്തിച്ചേക്കാൻ മാത്രം. എനിക്കൊരു കുറവും മോള് വരുത്തുന്നില്ല. എന്നെ ഇപ്പോൾ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്നാലും നാട്ടു നടപ്പനുസരിച്ച് പെൺകുട്ടികൾ യുവാൻ കഴിഞ്ഞ് പോവേണ്ടവരല്ലേ? ആണോ? പോവാലോ. ഞാനിവിടുന്ന് കെട്ടിയിട്ട് വല്ലയിടത്തും പോയാൽ വടക്കേതിൽ ഈ ശ്രീലക്ഷ്മിയെ പിന്നെ എങ്ങനെ ഇവിടെ തനിച്ച് കഴിയും? ശ്രീഭദ്ര ഗർവിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, ഇത് നല്ല കൂത്ത്. വീട്ടിലെ അമ്മ തനിച്ചാണെന്ന് കരുതി പെൺപിള്ളേരി കെട്ടാച്ചരക്കായിട്ട് എന്നീ അമ്മമാർക്കൊക്കെ കാവൽ നിൽക്കണോ? സ്വന്തം ഭാവി നോക്കണ്ടേ? അപ്പം ഞാനാണ് കാര്യമല്ലേ? എന്നെ കരുതി ആരും കല്യാണം കഴിക്കാതിരിക്കണ്ട. ഞാൻ എൻ്റെ പഴയ ജോലിക്ക് പോകും. ടീച്ചറായത് പിന്നെ നീ പോണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ജോലിക്ക് പോവാതിരുന്ന്. എനിക്ക് കൈയും കാലും അനക്കാതെ ചുമ്മാതിരിക്കുന്ന ഇഷ്ടമില്ല. ഞാൻ ജോലിക്ക് പോകും. ഓ, ഒരു ജോലിക്കാരി. അച്ഛൻ മരിച്ചില്ല പിന്നെ ഇത്രയും കാലം എന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വളർത്തി പഠിപ്പിച്ചില്ലേ? ഇനി കുറച്ച് റെസ്റ്റൊക്കെ ആവാം. അതുകൊണ്ട് അമ്മ പോവേണ്ടെന്ന് പറഞ്ഞു. ചേടാ, എന്നെ നോക്കി ഇവിടെ കഴിഞ്ഞാൽ മതിയോ? നിനക്കൊരു ആനന്ദോടെ വേണ്ടേ? പിന്നെ അവരല്പം സ്വരം താഴ്ത്തി സാവധാനത്തിൽ ചോദിച്ചു. മോളെ, നീ ഒരു വിവാഹപ്രായത്തിയ പെണ്ണല്ലേ? അതാ സമയത്ത് വിവാഹം നന്നായിട്ട് നടന്നില്ലേ പിന്നെ ബുദ്ധിമുട്ടല്ലേ? കുടുംബവും കുട്ടികളും അതൊന്നും നിന്റെ സ്വപ്നത്തിലില്ലേ? അമ്മയുടെ വർത്തമാനം കേട്ടപ്പോൾ അവൾക്ക് അവളുടെ സ്വപ്നത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ഇന്ന് ഈ ലോകത്തെ ഏറ്റവും നല്ല ഭംഗിയിൽ സ്വപ്നം കാണുന്ന ഒരാൾ താനാണെന്ന് അവൾക്കറിയാം. അങ്ങനെ അവളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അവളുടെ അനന്തേട്ടനാണ്. അനന്തേട്ടൻ്റെ ശൗര്യം, വീര്യം, ധൈര്യം ഇതൊക്കെ ഒരു ലഹരിയാണ്. ആ വിടർന്ന നെഞ്ചും വട്ടമുഖവും അവൾ തെളിയുന്ന കള്ളപ്പുഞ്ചിരിയും വശ്യതയോടെ തന്നെ നോയിക്കൊണ്ട് വലം കൈയാൽ ചുണ്ടിന് മുകളിൽ പിരിച്ചു വെക്കുന്ന മീശയുമെല്ലാം അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അനന്തേട്ടൻ അവൾക്ക് മിസ് ചെയ്യുകയാണ്. അവളുടെ അനന്തേട്ടനെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ ആ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അയാൾ തൻ്റെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ആൺതുണയായിരിക്കും അത്. തനിക്ക് താൻ പോകുന്ന ഒരുത്തനാണ് തൻ്റെ അനന്തേട്ടൻ എന്ന കാര്യം അമ്മയ്ക്കറിയാം. കൂടാതെ അയാളുടെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാൻ കൊതിയോടെ കാത്തിരിക്കുകയാണ് താനെന്നും അമ്മയ്ക്കറിയാം. അനന്തേട്ടൻ അത്രയും മനസ്സിലാക്കിയ തൻ്റെ കാത്തിരിപ്പിലും പ്രതീക്ഷയിലൊക്കെ വിശ്വാസം അർപ്പിക്കാൻ അമ്മയ്ക്ക് എന്നൊരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ ഉള്ളിൽ അവരുടെ വിവാഹപ്രായമെത്തിയ മകളെ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കൈപിടിച്ച് കൊടുക്കണമെന്ന ആഗ്രഹമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കാത്തിരിപ്പ് നീളുന്ന കാണുമ്പോൾ അമ്മ ഇടയ്ക്കിടെ വിവാഹക്കാര്യമായി തൻ്റെ അടുത്ത് വരുന്നത് അതുകൊണ്ടാണെന്ന് ഭദ്രക്കറിയാം. അല്ല മോളെ, ഈ അനന്തൻ അവനിപ്പോൾ ഡൽഹിയിലല്ലേ? നിന്നോട് അവൻ ഇപ്പോൾ പഴയ അടുപ്പൊക്കെ ഉണ്ടോ? പഠിച്ചു വലിയ ആളൊക്കെ ആയിട്ട് വന്നാൽ നമ്മളിപ്പോൾ ഉള്ളവരെ പരിഗണിക്കുമോ? കുഞ്ഞുനാളിലെ അയൽപ്പക്കക്കാരായി നിങ്ങൾ തമ്മിൽ എന്തോ മിണ്ടിയും പറഞ്ഞു എന്ന് വെച്ച് അതും മനസ്സിലിട്ട് അവനെയും പ്രതീക്ഷിച്ച് ഇപ്പോഴും കാത്തിരിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇപ്പോഴും ആ സ്നേഹവും പ്രണയമൊക്കെ നിന്നോടുണ്ടാവുമോ? ഒക്കെ ഉണ്ടാവുമേ. അത് ഓർത്തുനിന്ന് അമ്മ വിഷമിക്കേണ്ട. എനിക്ക് എൻ്റെ അനന്തേട്ടനെ അറിയാം. ആവോ. അതും പറഞ്ഞ് കൈമലർത്തിക്കൊണ്ട് അമ്മ ഒരു നെടുവീർപ്പിട്ട് എഴുന്നേറ്റ് നടന്നു. തൽക്കാലം രംഗം വിട്ടു. വടക്കേതിലെ ശ്രീലക്ഷ്മി അമ്മക്ക് ഭർത്താവ് കേണൽ ശ്രീകുമാറിലുണ്ടായ മകളാണ് ശ്രീഭദ്ര. പാട്യാല മിലിറ്ററി ക്യാമ്പിൽ പട്ടാളത്തിലേക്ക് കേണൽ ശ്രീകുമാർ വീരശരമം പ്രാപിച്ചപ്പോൾ അന്ന് 10 വയസ്സായ മകളെയും കൊണ്ട് ശ്രീലക്ഷ്മി ഭർത്തൃഗൃഹത്തിലേക്ക് വന്നു. അയാൾക്ക് കുടുംബത്തിന്റെ ഓഹരിയിൽ സ്വന്തമായ വീടും പുരയിടത്തിലുമാണ് ശ്രീലക്ഷ്മി പിന്നീട് കഴിഞ്ഞ്. ആ ഗ്രാമത്തിലെ സ്കൂളിലാണ് പിന്നീട് ശ്രീഭദ്ര 5ാം ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചത്. വീരഭദ്ര മുതലാളിയുടെ മകനായ അനന്തൻ അപ്പോൾ അതേ സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. തൻ്റെ അയൽപ്പക്കത്ത് ഇതുവരെ അടഞ്ഞുകിടന്ന വീട്ടിൽ പുതിയ ആൾ താമസമൊക്കെ വന്നപ്പോൾ തൊട്ട് അവൻ അവിടെ വന്നു ശ്രീഭദ്രയും ശ്രീലക്ഷ്മിയെയും പരിചയപ്പെട്ടിരുന്നു. പിന്നീട് ശ്രീഭദ്രയെ സ്കൂളിൽ ചേർത്തപ്പോൾ അവളും അവനെ ഒരുമിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ശ്രീഭദ്രയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പുതിയൊരു അന്തരീക്ഷം. അത്ര പരിചയമില്ലാത്ത ശ്രീഭദ്രയ്ക്ക് ആ നാട്ടിലുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അവൾക്കറിയാതെ അവിടെയുള്ള പല സ്ഥലങ്ങളും അവൻ കൂടെ നടന്ന് കാണിച്ചു കൊടുത്തു. അതുവഴി അവരുടെ സൗഹൃദം വളരെ ദൃഢമായി. ഭർത്താവ് കേണൽ ശ്രീകുമാറിന്റെ വിയോഗത്താൽ പട്ടാളത്തിൽ നിന്നും സർക്കാർ തലത്തിൽ അനുവദിച്ചു കിട്ടിയ കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ തീർന്നപ്പോൾ പിന്നെ ശ്രീലക്ഷ്മി അമ്മക്ക് മകളെ പഠിപ്പിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വേറെ വഴിയില്ലാതെയായി. അങ്ങനെ അവർ വീരഭദ്ര മുതലാളിയുടെ പാടത്തും പറമ്പത്തും കൂലിപ്പണി ചെയ്ത് ഒരുവിധ അല്ലലില്ലാതെ നാളുകൾ കഴിച്ചുകൂട്ടി. അമ്മയുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ട് വളർന്ന് പഠിക്കാൻ പിടിക്കാൻ ശ്രീഭദ്രക്ക് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണമെന്ന ആഗ്രഹമുണ്ട്. ആ ഒരു ലക്ഷ്യത്തോടെയാണ് +2 ശേഷം അവർ TDCക്ക് ചേർന്ന് പഠിച്ചത്. അതുകൊണ്ട് തന്നെ LP സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടി. 4 മണിക്ക് സ്കൂൾ വിട്ടുവെങ്കിലും ഇപ്പോൾ മണി 5 ആയി. സ്റ്റാഫ് റൂമിൽ വെച്ച് കുറേ കുട്ടികളുടെ എക്സാം പേപ്പേഴ്സ് നോക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭദ്ര വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. പാടുവരമ്പിലൂടെ നടന്നവൾ തെങ്ങിൻ തോപ്പിലെത്തി. 10 വരിയുള്ള തെങ്ങിൻ തോപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാവാണ്. അത് കിടന്ന് മെയിൻ റോഡിലെത്തിയാൽ പിന്നെ വീട്. കാവിലൂടെ നടക്കുമ്പോൾ അവൾക്ക് എപ്പോഴും അനന്തനെ ഓർമ്മ വരും. 5ാം ക്ലാസ് തൊട്ട് എപ്പോഴും ഇതുവരെ സ്കൂളിൽ പോകുമ്പോൾ അനന്തേട്ടൻ ആ കാവിനകത്തുള്ള പലതരം മരങ്ങളിൽ പിടിക്കുന്ന പഴങ്ങൾ പറിച്ച് അവൾക്ക് നൽകും. അതിൽ പേരയും പിന്നെ ഞാവൽപ്പഴവും മാമ്പഴ സീസണായാൽ മാമ്പഴവും ഉണ്ടാവും. പിന്നെയും പേരറിയാത്ത കഴിക്കാൻ പറ്റുന്ന ഒരുപാട് പഴങ്ങളുണ്ട്. അതൊക്കെ കഴിച്ച് നിന്ന് പതുക്കെയാണ് പിന്നെ റോഡിൽ കയറി വീട്ടിലേക്ക് പോവുക.
കുടയെടുക്കാത്ത അവസരങ്ങളിൽ കാലം തെറ്റി പെയ്യുന്ന മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കാവിനകത്തേക്ക് കയറും. കട്ട പിടിച്ച വൃക്ഷത്തലപ്പുകളുടെ ഇലകൾ കൊണ്ടൊരു തുള്ളി വെള്ളം പോലും അവരുടെ മേലിൽ പതിക്കാതെ കാവ് അവരെ സംരക്ഷിക്കും. അന്ന് 9ാം ക്ലാസ്സിൽ അവൾ പഠിക്കുകയായിരുന്നു. അനന്തൻ +1 അതേ സ്കൂളിലും പഠിക്കുന്നു. സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന വഴിയാണ് അനന്തനും ശ്രീഭദ്രയും പാടവരമ്പത്തൂടെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് കാലം തെറ്റിയ ആ മഴ വന്നത്. കയ്യിലുള്ള പുസ്തക ബാഗുകൾ നനയാതിരിക്കാൻ അവർ ഓടി. കാവാണ് ലക്ഷ്യം. കാവിലെത്തിയാൽ മഴ നനയുണ്ടല്ലോ. ഓടിക്കിതച്ച് കാവിലെത്തുമ്പോഴേക്ക് ഇരുവരുടെയും ശരീരം നന്നായി നനഞ്ഞു. ബാഗും പുസ്തകവും മൊത്തം മഴ നനയാതിരിക്കാൻ ഇരുവരും കാവിൽ കയറി. മഴ തിമിർത്ത് പെയ്യുകയാണ്. ശമിക്കുന്ന മട്ടില്ല. മഴയാകെ നനഞ്ഞതിനാൽ യൂണിഫോമുകൾ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. അനന്തൻ സ്കൂൾ ബാഗ് ഒരിടത്ത് വെച്ച് അവൻ ഷർട്ടൂരി പിഴിഞ്ഞെടുത്തു. ശ്രീഭദ്ര നാണിച്ച് കൂമ്പി നിൽക്കുകയാണ്. തണുപ്പുകാരൻ അവൾക്ക് വിറക്കാൻ തുടങ്ങി. മഴയാണെങ്കിൽ ശക്തമായ കാറ്റോടുകൂടി കുറെ കൂടി തിമിർത്ത് പെയ്യുകയാണ്. എടാ, നിന്റെ ഷർട്ട് എനിക്കും തരുവാടാ, ഞാൻ എൻ്റെ ദേഹമൊക്കെ ഒന്ന് തുടക്കട്ടെ. ശ്രീഭദ്ര തമാശ എന്നോടാണ് ചോദിച്ചത്. കുളിരുന്നുണ്ടോ നിനക്ക്? വല്ലാതെ തണുപ്പാടാ. അവന്റെ പിഴിഞ്ഞ ഷർട്ട് എടുത്ത് അവൻ അവൾക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇത് കോട്ടന്റെ ഷർട്ടാ, ആ തല തുണക്ക്, പനി വരും. തലയിലും ദേഹത്തുള്ള വെള്ളം മുഴുവൻ ഇതിലൂടെ തുടച്ചെടുത്ത് പിഴിഞ്ഞോളൂ. തണുപ്പ് കാരണം മേലാകെ കുളിരുന്നു. അവൻ പറയുന്ന നല്ല കാര്യമാണെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ അവളുടെ തലയിലും ദേഹത്തുമുള്ള മഴവെള്ളമൊക്കെ അവന്റെ ഷർട്ട് കൊണ്ട് ശരിക്കും തുടച്ചെടുത്ത് ഷർട്ട് പിഴിഞ്ഞ ശേഷം അവന് നൽകി. അവൻ ഷർട്ട് കുടഞ്ഞ ശേഷം ധരിച്ചു. ഇപ്പൊ കുളിരുവായോ? ഇതുകൂടാണ്ട് പിന്നെ കുളിരുവാൻ വേറെ വഴിയുണ്ട്. അതെന്താന്നാടാ? അവൾ ചോദിച്ചു തീർന്നില്ല. അനന്തൻ അവൾ ഉടുമ്പടക്കം കെട്ടിപ്പിടിച്ച് ശ്രീഭദ്രയുടെ ചുണ്ടത്തൊരു ഉമ്മ കൊടുത്തു. തെമ്മാടി അതും പറഞ്ഞ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട അവൾ വീട്ടിലേക്ക് ഓടി. അവൾക്കതൊരു പുതിയ അനുഭവമായിരുന്നു. പക്ഷെ അവൾ ആരോടും പറഞ്ഞില്ല. പിറ്റേന്നൊന്നും സംഭവിക്കാത്ത പോലെ അനന്തൻ അവൾ സ്കൂളിലേക്ക് കൂട്ടാൻ വേണ്ടി വീട്ടിൽ വന്നു. ശ്രീഭദ്രയൊന്നും സംഭവിക്കാത്ത പോലെ അവന്റെ കൂടെ സ്കൂളിലേക്ക് പോയി. പക്ഷെ അന്ന് തൊട്ട് ആ സൗഹൃദത്തിന്റെ വേർഷൻ മാറുകയായിരുന്നു. പിന്നീട് ഇരുവർക്കും തമ്മിൽ പരസ്പരം പ്രണയമായിരുന്നു. അതിലൂടെ നടന്നു പോകുമ്പോൾ മഴ വരാൻ അവർ പ്രാർത്ഥിച്ചു. പുറത്ത് ഘോരമായി തിമിർത്ത് മഴ പെയ്യുമ്പോൾ ആ കാവിനുള്ളിൽ അവർ പരസ്പരം ചേർന്നുകൊണ്ട് മഴയുടെ തണുപ്പിനെ തടഞ്ഞു. സ്കൂൾ കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴും ശ്രീഭദ്രയും അനന്തനും പ്രണയബദ്ധരായി തുടർന്നു. അവരുടെ പ്രണയബന്ധങ്ങൾക്ക് ആ കാവ് ഒരു കവചമായിരുന്നു. വെക്കേഷൻ അവധിക്കാലങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആദ്യം വന്ന് മറ്റേയാളെ കാത്ത് അവിടെ ഇരിക്കും. കാവിന് നടുക്കുള്ള വലിയ മരച്ചൂട്ടിലെ ഒരു പാറക്കല്ല് അവരുടെ പ്രണയങ്ങൾക്ക് സാക്ഷിയാണ്. അതൊക്കെ ഓരോന്നോർത്ത് ഭദ്ര ടീച്ചർ അതിലൂടെ നടക്കുകയായിരുന്നു. കാവിന്റെ ഒത്ത മധ്യത്തിൽ നട്ടുച്ചക്ക് പോലും കട്ട പിടിച്ച് ഇരുട്ടാണ്. വൈകുന്നേരമായ പിന്നെ പറയണ്ട. പെട്ടെന്ന് ശ്രീഭദ്രയുടെ പിന്നിൽ നിന്ന് കയ്യിൽ കയറി പിടിച്ച് പുറകിലേക്ക് ഒലിച്ചിട്ടു. അവൾ പുറകിലേക്ക് വീണുപോയി. പക്ഷേ ബലമുള്ള ഏതോ കൈകളിൽ തുടർന്ന് പുഷ്പം പോലെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. അയ്യോ, എന്നെ വിട്, എന്നെ വിട്! അവൾ കൈകാലിട്ട് കുതറി. ആ രൂപ അവളെ കുറെ കൂടി അവളെ തന്റെ ശരീരത്തെ ചേർത്ത് പിടിക്കാൻ ഉണ്ടായത്. എന്നെ വിടറ പട്ടി! അത് കേട്ട് തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ആൾ പെട്ടെന്ന് ചിരിച്ചു. അവൾക്ക് ആ ചിരി പരിചയമാണ്. അതിനുള്ളിൽ അവൾ ആ മുഖം തിരിച്ചറിഞ്ഞു. അയ്യോ അമ്മ, അനന്തേട്ടൻ! തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന അനന്തനാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി. എപ്പോഴയാൾ വന്ന്? അവൾ പെടച്ചിലൊക്കെ നിർത്തി ചോദിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെടുത്തു കൊണ്ടുപോകുന്ന ലാഘവത്തോടെ ശ്രീഭദ്രയെ പൊക്കിയെടുത്ത് അവൻ എപ്പോഴും ഇരിക്കുന്ന ആ മരച്ചുവട്ടിലെ പാറക്കരിയിലേക്ക് നടന്നു. ഇനി ഇറങ്ങിക്കോ. അവൻ അവളെ താഴെ ഇറക്കി. ഞാൻ പേടിച്ചു പോയി കേട്ടോ, ഞാൻ കരുതി വേറെ ആരോ ആയിരിക്കുന്നു. അനന്തനെ പെണ്ണിനെ തൊടാൻ ആർക്കാ ധൈര്യം ഈ നാട്ടില്? അതില്ല, എന്നാലും എന്താണ് ഇപ്പൊ കനം തീരയില്ലല്ലോ, ഒന്നും തിന്നാറില്ലേ? ആകെ ഉരുകി പോയോ? എങ്ങനെ ഉരുകി പോകാതിരിക്കും അനന്തേട്ടാ? ഞാനാണെങ്കിൽ +2 കഴിഞ്ഞ് TTC പഠിച്ച് ഭാഗത്തിന് ജോലി കയറി. അനന്തേട്ട ഇപ്പോഴും പഠിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിഗ്രി സമ്പാദിക്കുക. എന്തിനാണ് ഇത്രയും ഡിഗ്രിയൊക്കെ? ജോലിയല്ലേ വേണ്ട? ജോലി ആയല്ലോ. ആണോ? എവിടെയാ? വാ, എവിടെ ഇരിക്കും. ആനന്ദനും ശ്രീഭദ്രയും അവരെന്നും ഇരിക്കാറുള്ള ആ പാറത്തട്ടിലിരുന്നു. അനന്തേട്ടൻ പുലർച്ചെയാണ് എത്തിയത്? വെളുപ്പിന് 4 മണിക്കുള്ള ഡൽഹി നിസാമുദ്ദീൻ എക്സ്പ്രസിന് എറണാകുളം സൗത്തിൽ ഇറങ്ങി. അപ്പൊ ഉറക്കം കാണില്ലോ? ശരിയാ, എന്റെ കണ്ണിലിങ്ങനെ ഉറക്കം വരിക. നിന്നെ കാണാതെ ഇനി ഉറങ്ങിയ രാത്രിയാണ്. അതുകൊണ്ടാണ് ഞാൻ വേഗം വന്ന്. ഞാൻ ഇച്ചിരി മയങ്ങട്ടെ. ആനന്ദൻ ശ്രീഭദ്രയുടെ മടിയിൽ തലയാഴ്ച കിടന്നു. അവന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നു. അപ്പൊ ജോലി കിട്ടിയെവിടെയാന്ന് പറഞ്ഞില്ലല്ലോ? അപ്പോഴേക്കും അവൻ നല്ല ഉറക്കത്തിലേക്ക് പോയി. ഉറങ്ങുന്ന അവന്റെ മുടിയിഴകളിൽ അവൾ വിരൽ കൊണ്ട് തലോടി. പിഞ്ചു കുഞ്ഞിനെ പോലെ തന്നെ മടിയിൽ ശാന്തതയിൽ മയങ്ങുന്ന അനന്തന്റെ ചുണ്ടത്തും കവിളത്തും മാറി മാറി അവൾ അധരം ചേർത്ത് ചെറു ചുംബനങ്ങൾ നൽകി. ഈശ്വര, സന്ധ്യയായി, എനിക്ക് പോണം, എഴുന്നേൽക്കുന്നില്ലേ? ശ്രീഭദ്ര കുലുക്കി വിളിച്ചപ്പോൾ അനന്തൻ ചാടി ഉണർന്നു. അവൻ ചാടി എണീറ്റു. നാളെ കാണാമെന്നാ മതിയായിരുന്നില്ലേ? യാത്രാക്ഷീണം ഉറക്കമുള്ള ഈ സമയത്തിന് വേണമായിരുന്നു അനന്ത. മനസ്സമ്മതിക്കണ്ടേ? നിന്നെ കാണാതെ എങ്ങനെയാടി? മതി, പോവാം, നാളെ കാണാം. അവരിരുവരും എഴുന്നേറ്റ് നടന്നു. അയ്യോ, എന്നിട്ടും ജോലി എവിടെയാണെന്ന് പറഞ്ഞില്ല. ജോലിക്ക് എപ്പോഴാണ് പോവേണ്ടത്? കൊച്ചിയിലാ. മറൈൻ റിഫൈനറി ഡയറക്ടറായിട്ടാണ് ആദ്യം പോസ്റ്റ്. നാളെ തന്നെ ജോയിൻ ചെയ്യണം. അമ്മോ, അത് കലക്കി. നാട്ടിൽ തന്നെ ജോലി. കമ്പനി ആദ്യം ആഗ്രയിൽ ജോലിയാണെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് നാട്ടിൽ ആ ജോലി വേണമെന്ന് പറഞ്ഞ് തിരിച്ചു വരെ ഒരുങ്ങിയപ്പോഴാണ് കൊച്ചിയിൽ തന്നു. വർത്തമാനം പറഞ്ഞ് ഇരുവരും വീടിനടുത്തെത്തി. വാ, കയറിയിട്ട് വാ. ശ്രീഭദ്ര അനന്തനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അമ്മേ, അനന്തേണ് ജോലിയായി, കൊച്ചിയിലാ.
അമ്മയുടെ മുന്നിൽ വെച്ച് അനന്തൻ അനന്തേട്ട എന്നേ അവൾ വിളിക്കും. അമ്മയുടെ പെടയിട്ട് അനന്തന്റെ കൂടെ കയറി വരുന്ന മകളത് പറഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മക്ക് സന്തോഷമായി. വാ മോനെ അനന്ത, കയറിയിരിക്കേ. ലക്ഷ്മി അമ്മ തന്നെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. ശ്രീഭദ്ര ബാഗ് തന്റെ ബെഡ്റൂമിൽ വെച്ച് അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ നിന്ന് വരുമ്പോൾ അവളുടെ കയ്യിലൊരു കപ്പ് കട്ടൻ ചായ ഉണ്ടായിരുന്നു. ഉറക്കത്തിന് നല്ലതാ. അനന്തന് നേരെ ചായക്കപ്പ് കിട്ടിയവൾ പറഞ്ഞു. ചൂട് ചായ ഊതി അനന്തൻ കുടിച്ചു. അമ്മേ, ഞാൻ വരാം, നല്ല ഉറക്കക്ഷീണുണ്ട്, നാളെ ജോലിക്ക് ജോയിൻ ചെയ്യണം. ശ്രീഭദ്ര, ഞാൻ പോവാ കേട്ടോ. അതും പറഞ്ഞ് അനന്തന് യാത്രയായി. അനന്തൻ നടന്നു നീങ്ങുന്ന ആ അമ്മയും മകളും വീട്ടിൽ നിന്നും സന്തോഷത്തോടെ നോക്കി നിന്നു. അനന്തൻ കൊച്ചിയിലെ കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങി. മകന് ജോലിയൊക്കെ ആയി. ഇനിയൊരു വിവാഹമാണ് വേണ്ടെന്ന ആവശ്യം അനന്തന്റെ വീട്ടിൽ ഉയർന്നു. വീരഭദ്രന്റെ ഭാര്യയാണ് അക്കാര്യം സൂചിപ്പിച്ചത്. മകന്റെ വിവാഹത്തിനെ കുറിച്ച് വീരഭദ്രന് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിനനുസരിച്ച് വീരഭദ്രൻ മകന്റെ സാന്നിധ്യത്തിൽ നേരത്തെ മനസ്സിലുറപ്പിച്ച ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. ഇത് നല്ല കുട്ടിയാ. ഇതൊക്കെയാണ് തറവാട്ടിലെ ദാമോദരൻ്റെ ഒരു മകളാ. ഞങ്ങൾ തമ്മിൽ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അയാളുമായിട്ടൊരു ബന്ധം കിട്ടുമെന്ന് പറഞ്ഞാൽ ഭാഗ്യ. ദാമോദരൻ വലിയ സമ്പന്നനാ. അയാൾ പലതും സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു മകളാണ് അക്കണ്ട സ്വത്തിനൊക്കെ ഏക അവകാശി. നമ്മുടെ ബന്ധത്തിന് ചേർന്ന ബന്ധമായതുകൊണ്ട് ഇതെങ്ങനെയും നടന്നേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ഏറെ ഗുണമുണ്ട്. അച്ഛൻ വീരഭദ്രൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അനന്തൻ ഞെട്ടിപ്പോയി. അച്ഛൻ അറിയുന്നല്ലേ, എനിക്ക് നമ്മുടെ ശ്രീഭദ്ര ഇഷ്ടമാണ്. ഞാൻ അവൾക്ക് വാക്കുകൊടുത്തിരിക്കുക. അവൾ കല്യാണം കഴിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. എടാ, നിന്നെ ഇത്രയൊക്കെ വളർത്തിയിട്ട് ഒരു നിലയിലാക്കിയപ്പോ നമ്മുടെ വലിയപ്പൻ ദാനം കൊടുത്ത ആ സ്വത്തിൽ ഭിക്ഷാന്തേഹികളെ പോലെ കഴിയുന്ന ചത്തുപോയ വട്ടാളക്കാരൻ ശ്രീകുമാറിന്റെ വിധവീട പെണ്ണിനെയാണോടാ നീ കല്യാണം കഴിക്കുന്നത്? ആരാപ്പ ഭിക്ഷാന്തേഹി? ലക്ഷ്മി അമ്മ നമ്മുടെ പാടത്തും പറമ്പെന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചല്ലേ ജീവിച്ച്. അങ്ങനെ വളർത്തിയ മകളാണ് ശ്രീഭദ്ര. അവളിപ്പോ ULP സ്കൂളിൽ ടീച്ചറാ. ഓ, ഒരു ടീച്ചർ എന്തോ ശമ്പളം കിട്ടൂടാ. ദാമോദരന്റെ മകളുണ്ടല്ലോ, അവളുടെ സമ്പത്ത് എത്രയാണെന്ന് എനിക്കറിയോ? അവളുടെ സമ്പത്തിന്റെ കാര്യം കൊണ്ട് എനിക്കൊരു കാര്യമില്ല. അപ്പൊ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിലെ വിവാഹം കഴിക്കേണ്ടത്, അവരെ ഒന്നിച്ച് ജീവിക്കേണ്ടത്. എന്നെ വളർത്തി പഠിപ്പിച്ച കണക്കും പറഞ്ഞ് അച്ഛൻ പറയുന്ന ഏതൊരുത്തിയെ കെട്ടി ജീവിതത്തിലൊരു ദുരന്തമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ കണ എന്റെയും ശ്രീഭദ്രനെയും വിവാഹത്തിന് സമ്മതിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ വിവാഹിതരാവും. പ്രായപൂർത്തിയാവരാ ഞങ്ങൾ. നായ തിന്നാത്ത കുറെ സ്ഥലത്തിന്റെയും നിലത്തിന്റെയും അധിപതിയാണെന്ന പേരിൽ ജീവിതകാലം മുഴുവൻ അതിനെ കെട്ടിപ്പിടിച്ച പ്രാകൃത ജീവിതം നയിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും തയ്യാറാവില്ല. പരസ്പരം മനസ്സിലാക്കിയവർ അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ചേർന്നാലേ ഒരു നല്ല ജീവിതം ഉണ്ടാവുകയുള്ളൂ. എൻ്റെ സന്തോഷമാണ് അപ്പന് പ്രധാനമെങ്കിൽ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നല്ല രീതിയിൽ നടത്തി തരിക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ന്യൂ ജനറേഷൻ പിള്ളേരാ നിങ്ങൾ. വല്ല മരുതമലയും കുന്നും പറമ്പൊക്കെ സ്വന്തം ഉണ്ടെന്ന് പറഞ്ഞ് വല്ലവളുമാരെ ഇന്നത്തെ കുട്ടികളെ തലയിൽ പിടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അവരുടെ ജീവിതം അവർക്ക് സ്വന്തം. അവരുടെ തീരുമാനം അവരുടെ ഇഷ്ടം നല്ല രക്ഷിതാക്കൾ നോക്കേണ്ടത്. വീരഭദ്രന്റെ ഭാര്യ പെട്ടെന്ന് മലക്കം മറിഞ്ഞ മകന്റെ സൈഡിൽ കൂടി. പിറ്റേന്ന് വീരഭദ്രൻ ലക്ഷ്മിയമ്മയുടെ വീട്ടിലേക്ക് തന്റെ മകൻ അനന്തന് പെണ്ണിയോജിച്ച് ചെന്നു. ലക്ഷ്മിയമ്മ അയാളെ സ്വീകരിച്ചിരുത്തി. വീരഭദ്രൻ ശ്രീഭദ്രയെ സ്നേഹത്തോടെ നോക്കി. എന്നിട്ട് ലക്ഷ്മിയമ്മയെ നോക്കി പറഞ്ഞു. ഇവിടുത്തെ ഈ കുട്ടി എൻ്റെ മകാനന്ദന് ഇഷ്ടത്തിലാണെന്നാ പറയുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയാ ഞാൻ അവനെ പഠിപ്പിച്ച് വളർത്തിയത്. പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ല ജോലി കിട്ടി. അവൻ്റെ വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവരുടെ ആഗ്രഹം നടക്കട്ടെ എന്നാണ് എൻ്റെ തീരുമാനം. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു വിവാഹം നടത്തി അവരെ അങ്ങ് ചേർത്തേക്കാം. അല്ലേ ലക്ഷ്മി? ലക്ഷ്മി അമ്മക്ക് സന്തോഷമായി. ആയിക്കോട്ടെ, അവരും സമ്മതം അറിയിച്ചു. തുടർന്നുള്ളൊരു ശുഭമുഹൂർത്തത്തിൽ അനന്തനും ശ്രീഭദ്രയും വിവാഹിതരാവുകയായിരുന്നു.